പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം 37 തസ്തികകളിൽ 312 അവസരം ഉണ്ട്. തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കുടൽമാണിക്യം ദേവസ്വങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 37 തസ്തികകളായി 312 അവസരമുണ്ട്. ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. നേരിട്ടുള്ള നിയമനമാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിലെ നിയമനങ്ങൾ ആദ്യം പറയാം. കാറ്റഗറി നമ്പർ 039/2025 LD ക്ലർക്ക്, സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 040/2025 പ്യൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ്. 14 ഒഴിവുകളുണ്ട്. ആദ്യം പറഞ്ഞ LD ക്ലർക്ക്, സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡിന് 113 ഒഴിവുകളുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 041/2025 സ്ട്രോങ് റൂം ഗാർഡ്, 9 ഒഴിവുകളുണ്ട്. കാറ്റഗറി നമ്പർ 042/2025 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, 7 ഒഴിവുകളുണ്ട്. കാറ്റഗറി നമ്പർ 043/2025 അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഗ്രേഡ് 2, 1 ഒഴിവാണുള്ളത്. കാറ്റഗറി നമ്പർ 044/2025 ലൈബ്രറിയൻ, 1 ഒഴിവുണ്ട്. കാറ്റഗറി നമ്പർ 045/2025 അസിസ്റ്റൻറ്റ് പ്രസ് മാനേജർ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 046/2025 അസിസ്റ്റൻറ്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ്, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 047/2025 കമ്പോസിറ്റർ കം പ്രൂഫ് റീഡർ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 048/2025 ബൈൻഡർ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 049/2025 ഹെൽപ്പർ പ്രസ്, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 050/2025 ഗോൾഡ് സ്മിത്ത്, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 051/2025 ട്യൂട്ടർ മ്യൂസിക്, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 052/2025 പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ, 12 ഒഴിവുകൾ. ഇനി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 053/2025 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 054/2025 വാച്ച്മാൻ, 38 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 055/2025 അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 056/2025 കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 057/2025 PGT ഫിസിക്സ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 058/2025 PGT ബയോളജി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 059/2025 PRT ഡ്രോയിങ്, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 060/2025 പ്രൈമറി ടീച്ചർ PRT, 11 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 061/2025 PGT സംസ്കൃതം, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 062/2025 ഇൻസ്ട്രക്ടർ മ്യൂറൽ പെയിൻറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 063/2025 സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2, 2 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 064/2025 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 065/2025 ടീച്ചർ നാദസ്വരം വാദ്യവിദ്യാലയത്തിലെ, 1 ഒഴിവ്. ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 066/2025 ക്ലാർക്ക് ദേവസ്വം അസിസ്റ്റൻറ്റ് ജൂനിയർ ദേവസ്വം ഓഫീസർ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 067/2025 ക്ലർക്ക് ഓർ ജൂനിയർ ദേവസ്വം ഓഫീസർ ദേവസ്വം അസിസ്റ്റൻറ്റ് ബൈ ട്രാൻസ്ഫറാണ്, 8 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 069/2025 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 069/2025 LD ടൈപ്പിസ്റ്റ്, 3 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 070/2025 ശാന്തി, 51 ഒഴിവുകൾ.
കാറ്റഗറി നമ്പർ 071/2025 കഴകം 15 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 072/2025 സോപാനം പാട്ട് 3 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 073/2025 താളം 2 ഒഴിവുകൾ. ഇനി കുടൽമാണിക്യം ദേവസ്വം ബോർഡിലെ കാറ്റഗറി നമ്പർ 074/2025 LD ക്ലർക്ക് 1 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 075/2025 കീഴ്ശാന്തി 2 ഒഴിവുകൾ. ഇതിൻ്റെ വിശദ വിവരങ്ങൾക്കും അപേക്ഷാ സമർപ്പണത്തിനും കേരളം ദേവസ്വം ബോർഡിൻ്റെ www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ: എല്ലാ തസ്തികകൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽ പെട്ടവർക്കും നിയമാനുസൃത വയസ്സിളവുണ്ട്. ഹിന്ദുമതത്തിലെ സംവരണേതര സമുദായങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും, അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് ഹിന്ദു അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് 10% സംവരണം നൽകുന്നതാണ്. ഇക്കാര്യം അപേക്ഷയിൽ അവകാശപ്പെടുകയും കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. ഇത് സംബന്ധിച്ച വിശദമായ മാനദണ്ഡങ്ങൾ വെബ്സൈറ്റിലുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ശാരീരിക ക്ഷമതയുമുള്ള ബോർഡിലെ സ്ഥിരം ജീവനക്കാർക്ക് അപേക്ഷിക്കുന്നതിന് അവരുടെ സേവന കാലയളവിന് തുല്യമായി പരമാവധി 5 വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ഇപ്രകാരം അപേക്ഷിക്കുന്നവർ അവരുടെ സർവീസ് കാലയളവിനെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് ദേവസ്വം കമ്മീഷണറിൽ നിന്ന് വാങ്ങി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം അനുവദിക്കുന്നതല്ല. വിശദവിവരങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കണം. ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പണത്തിനും ഉപയോഗിക്കാം. പ്രൊഫൈലിലെ പ്രിൻ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആണ്. റിക്രൂട്ട്മെൻറ്റ് ബോർഡുമായുള്ള കത്തിടപാടുകളിലും യൂസർ ഐഡി പ്രത്യേകം രേഖപ്പെടുത്തണം. വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പരിചയം, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പണത്തിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. DD ആയോ മണി ഓർഡർ ആയോ ചെല്ലാൻ മുഖാന്തരമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30 അർദ്ധരാത്രി 12 മണി വരെയാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്നുകൂടി പറയാം: www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. അതിൽ കയറി നിങ്ങൾക്ക് അനുയോജ്യമായ ജോലിയിൽ വേഗം തന്നെ അപേക്ഷിക്കുക. മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.